നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന എപ്പിസോഡിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങൾ. ഇസ്രായേൽ കേൾക്കുക, ദൈവമായ കർത്താവാണ് നിൻ്റെ ഏക കർത്താവ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ദൈവം നൽകിയ വലിയ മോശ വഴി നൽകിയ ഏറ്റവും വലിയ കൽപ്പന. ഈശോയോട് നിയമപണ്ഡിതർ ചോദിക്കുന്നു, ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? നിയമാവർത്തന പുസ്തകം 6:4 കോട്ട് ചെയ്തിട്ടാണ് ഈശോ പറയുന്നത്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക. സ്നേഹമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ദൈവത്തോടുള്ള സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം, ആത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയുന്ന സ്നേഹം. നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുവിൻ. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 16-ാം തിരുവചനത്തിൽ പറയുക, വിശ്വാസത്തിലല്ല ശരണത്തിലല്ല, നിങ്ങൾ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുവിൻ. അപ്പോൾ നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഓരോ ചുവടിലും ദൈവത്തെ സ്നേഹിക്കുക. നമ്മുടെ വാക്കുകളിൽ പ്രവർത്തനങ്ങളിലെല്ലാം തീഷ്ണതയാൽ, എന്തുകൊണ്ടുള്ള തീഷ്ണതയാൽ? എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നു. അങ്ങനെ സ്നേഹത്തിൻ്റെ തീഷ്ണതയാൽ ജ്വലിച്ച വലിയ ആത്മാക്കളാണ് രക്തസാക്ഷികൾ. ആ രക്തസാക്ഷികളുടെ ജീവിതമാണ് ഈ എപ്പിസോഡിൽ നാം പഠിക്കുന്നത്. അവർ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പൂർണ്ണമായിട്ട് സമർപ്പിച്ചത്, മറ്റൊന്നുമില്ല. നിങ്ങൾ എന്തുകൊണ്ട് രക്തസാക്ഷികളായി തീരുന്നുവെന്ന് ആ വിശുദ്ധരോട് ചോദിച്ചാൽ അവർ പറയൂ, ബിക്കോസ് ഐ ലവ് ജീസസ്. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ ശരീരമായ സഭയെ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് എന്നിൽ ആളിക്കത്തുന്നത്, ജ്വലിക്കുന്നത്. ഇങ്ങനെ രക്തസാക്ഷികളുടെ വലിയൊരു നീണ്ട നിര തന്നെ, ആയിരക്കണക്കിന് രക്തസാക്ഷികളെ നമുക്ക് സഭയിൽ ദർശിക്കുവാൻ സാധിക്കും. അവരുടെ ജീവിതം നാം പഠിക്കുമ്പോൾ ഈ തീഷ്ണത കൊണ്ട് ജ്വലിക്കാൻ, ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ തീഷ്ണതയാൽ ജ്വലിക്കുന്നതിനുള്ള അവസരമായിട്ട് നാം അതിനെ മാറ്റുവാൻ നമുക്ക് കഴിയണം. നമുക്കും രക്തസാക്ഷികളായുള്ള അവസരമാണ് കിട്ടുക. നമുക്ക് മുൻപേ പോയ അവരുടെ കരുത്ത് നിറഞ്ഞ ജീവിതം നമുക്ക് ശക്തി നൽകുകയാണ്. നാം അവരോടൊപ്പം ചേരുകയാണ്. ഈ രക്തസാക്ഷികളെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം അവരോടൊപ്പം ചേരുകയാണ്. അവർ ദൈവത്തെ ആരാധിച്ച നിമിഷങ്ങളിലേക്ക് നമ്മുടെ ഹൃദയവും ചേർത്ത് വെച്ച് ദൈവത്തെ ആരാധിക്കുക. എത്ര അഭിമാനത്തോടു കൂടിയാണ് രക്തസാക്ഷികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സഭയിൽ അംഗങ്ങളാകുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതെന്ന് ധ്യാനിക്കുന്ന നിമിഷങ്ങളാണിത്. നമുക്ക് അവരുടെ ആ വലിയൊരു തലമുറ, അവരുടെ കരുത്ത്, ശക്തി,
അതിൽ കയറി നിന്നിട്ടാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിൽ നാം മുന്നോട്ട് പോകുക. പേർഷ്യയിലെ സഭ വലിയ മതമർദ്ദനത്തിന് ഇരയായതാണ്. ഒരു കാലഘട്ടത്തിൽ പേർഷ്യൻ സാമ്രാജ്യം, അതായത് ഇന്നത്തെ ഇറാന്, ഇറാഖ് ഭാഗങ്ങൾ, ആ പേർഷ്യൻ സാമ്രാജ്യം വലിയ വിശ്വാസം സ്വീകരിച്ചതാണ്. വളരെ എളുപ്പത്തിൽ അവർക്ക് സൊറാസ്ട്രിയനിസം, സൊറാസ്ട്രിയൻ വിശ്വാസം ഉണ്ടായിരുന്നത് ഏകദൈവ വിശ്വാസമാണത്. പക്ഷെ ആരാധിക്കുന്നത് അഗ്നിയാണ് ആരാധിക്കുന്നത്. ആ അഗ്നി ആരാധിക്കുന്ന ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ, എൻ്റെ പിതാവായ ദൈവം, പിതാവിനെ മഹത്വപ്പെടുത്തണം, ഞാനും പിതാവും ഒന്നാണ്, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേർന്ന അനുഭവം സ്വന്തമാക്കിയ അപ്പസ്തോലന്മാർ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ വളരെ എളുപ്പത്തിൽ അവരത് സ്വീകരിച്ചു. അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒരു കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾ ശക്തിയോടുകൂടി നിന്നതാണ് പേർഷ്യൻ സാമ്രാജ്യം. നമ്മുടെ കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ ഈ പേർഷ്യൻ സഭയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. തോമാസ് ശ്ലീഹ അവിടെ സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷമാണ് കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഈ പേർഷ്യൻ സമൂഹമായിട്ട് വളരെയധികം അടുത്ത ബന്ധമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ തീഷ്ണതയോടുകൂടി വലിയ ദൈവശാസ്ത്രം, വലിയ സഭാപിതാക്കന്മാരെ, പ്രേക്ഷിത തീഷ്ണതയുള്ളവരെ സംഭാവന ചെയ്ത ഈ സ്ഥലത്തെ നിർഭാഗ്യവശാൽ മതമർദ്ദനവും വന്നു. AD 313 റോമൻ സാമ്രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ പേർഷ്യൻ സാമ്രാജ്യത്തിലുള്ള രാജാവ് സപ്പോർ രണ്ടാമൻ തെറ്റിദ്ധരിച്ചു. റോമൻ സാമ്രാജ്യം ക്രിസ്ത്യാനികളായി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി. അതുകൊണ്ട് ക്രിസ്ത്യാനികളാണ് ഞങ്ങളെ പീഡിപ്പിക്കുന്നത്, അതുകൊണ്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടട്ടെ. സപ്പോർ രണ്ടാമൻ തെറ്റിദ്ധരിക്കുകയാണ്, മതമർദ്ദനം ആരംഭിക്കുകയാണ്. ഈ സപ്പോർ ചക്രവർത്തി AD 309 മുതൽ 379 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചക്രവർത്തിയാണ്. ആ കാലഘട്ടത്തിൽ മതമർദ്ദനം വളരെ ശക്തമായി. വിശ്വാസം തഴച്ചു വളർന്ന ക്രിസ്തീയ സമൂഹത്തിൽ വലിയ മതമർദ്ദനം അനുഭവിച്ചു. അവർ രക്തസാക്ഷികളായി തീർന്നു. അവരിൽ 2 പ്രധാനപ്പെട്ട രക്തസാക്ഷികളാണ് മെത്രാന്മാരായിരുന്ന വിശുദ്ധ സവോർ, വിശുദ്ധ ഇസഹാക്ക്. വിശുദ്ധ സാവോറും വിശുദ്ധ ഇസഹാക്കും സഹരക്തസാക്ഷികളും. റോമ സാമ്രാജ്യത്തിൽ മതമർദ്ദനം ശക്തമായപ്പോൾ ക്രിസ്തുമത വിശ്വാസികൾ പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തു. അഭയാർത്ഥികളായി കയറി ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നസ്രായർക്ക് ദുരനുഭവങ്ങൾ നേരിടേണ്ടതായി വന്നു. റോമ സാമ്രാജ്യത്തിന് ചേർന്ന് കിടക്കുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് തികച്ചും വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു. സൊരാസ്ട്രിയൻ മതവിശ്വാസികളായിരുന്ന പേർഷ്യൻ ജനത ക്രിസ്ത്യാനികളുടെ വളർച്ചയിൽ ഉത്കണ്ഠാകുലരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ദ്രോഹിക്കുവാനും അവർ മുതിർന്നിരുന്നില്ല. ക്രിസ്തു മതത്തിന് നല്ല അടിത്തറ ഉണ്ടാകുവാൻ ഇത് കാരണമായി. സഭാവിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും അവർക്കുവേണ്ടി പള്ളികൾ പണിയുകയും പള്ളികൾക്കായി വൈദിക ശുശ്രൂഷകരും സഭകൾക്കായി മെത്രാന്മാർ ഉണ്ടാവുകയും ചെയ്തു. പേർഷ്യൻ ജനതയിൽ ഭൂരിഭാഗം വരുന്ന സൊരാസ്ട്രിയൻ വിശ്വാസികൾ ക്രിസ്തുമതത്തിലേക്ക് ആകൃഷ്ടരാവുന്നത് കണ്ട മതപുരോഹിതർ അസഹിഷ്ണുതയാൽ നിറഞ്ഞു. നിക്കാത്തോറിലെ മെത്രാനായിരുന്ന സാവോർ ക്രിസ്തു വിശ്വാസികളുടെ അത്താണിയായിരുന്നു. വിശ്വാസികൾക്കെതിരെ ജനരോഷം തിരിഞ്ഞപ്പോൾ വിശ്വാസത്തിൽ നിന്നും അകന്നു പോകാതെ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ വിശ്വാസം പകർന്നു നൽകിയ മെത്രാനായിരുന്നു വിശുദ്ധ സാവോർ. പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്തുവിശ്വാസികളെ ആശ്വസിപ്പിക്കുകയും വചനം പ്രഘോഷിച്ച് മനോധൈര്യം വളർത്തുകയും ചെയ്ത ധീര രക്തസാക്ഷിയായിരുന്നു ബേസ്ലോഗിലെ മെത്രാനായിരുന്ന ഇസഹാക്ക്. പേർഷ്യയിലെ ഏറ്റവും ക്രൂരനായ ചക്രവർത്തിയായിരുന്ന
സപ്പോർ രണ്ടാമൻ്റെ ഭരണകാലമായിരുന്നു അത്. മെത്രാന്മാരുടെ പ്രവർത്തനങ്ങൾ ദേശദ്രോഹ കുറ്റങ്ങളായി ചുമത്തപ്പെടുകയും അവരെ മർദ്ദനങ്ങൾക്ക് ഇരയാക്കി തടവറയിലാക്കുകയും ചെയ്തു. ചക്രവർത്തിക്ക് മുൻപിൽ അവർ ധീരസ്വരത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഏകദൈവത്തെ മാത്രം ആരാധിക്കുന്നവരാണ്. അവിടുത്തെ മാത്രമേ ഞങ്ങൾ പൂജിക്കുകയുള്ളൂ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. ആ ദൈവത്തിൻ്റെ പുത്രനായ നസ്രായക്കാരനായ ഈശോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. AD 340 അവർ രക്തസാക്ഷികളാകുന്നത്. വിശുദ്ധ സവോർ നിക്കത്തോർ എന്ന രൂപതയുടെയും വിശുദ്ധ ഇസഹാക്ക് ബെസ്ലോഗ് എന്ന രൂപതയുടെയും മെത്രാന്മാരായിരുന്നു. ഈ അവസരത്തിൽ ഇവർ വലിയ ശുശ്രൂഷയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ആ പ്രദേശത്തെ പുരോഹിതന്മാർ ചക്രവർത്തിയുടെ അടുത്ത് പരാതി എത്തിച്ചു. ഇവിടെ ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങളുടെ ആരാധനകളൊന്നും ഭംഗിയായിട്ട് നടക്കുന്നില്ല. ഞങ്ങൾക്ക് സൂര്യനെ ആരാധിക്കാൻ പറ്റുന്നില്ല, ജലത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല, ഈ അന്തരീക്ഷത്തെ ശാന്തമാക്കാൻ സാധിക്കുന്നില്ല. ഈ പരാതി കേട്ട സപ്പോർ ധാരാളം ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്തു. എന്നാൽ വീണ്ടും പുരോഹിതർ അവരുടെ ചക്രവർത്തിയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, ഇവരല്ല, ഇവരുടെ മെത്രാന്മാരെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അവരാണ് നമുക്കെതിരെ സുവിശേഷം പ്രഘോഷിക്കുന്നത്, ആളുകളെ ശക്തിപ്പെടുത്തുന്നത്. മെത്രാന്മാരായ സാവോറും ഇസഹാക്കും ചക്രവർത്തിന് മുമ്പിലെത്തി. അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന സഹായികളായ 3 പേരെയും അറസ്റ്റ് ചെയ്തു. മാനെ, വറാഹം, ഷെമിയോൻ. ഇങ്ങനെ 5 പേരെയാണ് ആ അവസരത്തിൽ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് വിശുദ്ധ സാവോറിനെ മുൻപിൽ നിർത്തി ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഞാൻ. എന്നെ എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രതിരൂപങ്ങളായ ഈ ഹോർമീസിനെയും ദേവന്മാരെയും നിങ്ങൾ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല? അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇപ്രകാരം ചക്രവർത്തിയോട് സാവോർ മെത്രാൻ പറയുകയാണ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നീ ആ ദൈവത്തെ സ്നേഹിക്കുക. എനിക്ക് മറ്റാരെയാണ് ആരാധിക്കുവാൻ സാധിക്കുന്നത്? എനിക്ക് മറ്റാരെയാണ് സ്നേഹിക്കാൻ സാധിക്കുന്നത്? ഇത് കേട്ട് കോപാകുലനായ രാജാവ് പല്ലുകൾ അടിച്ചു കൊഴിക്കുവാൻ ആവശ്യപ്പെട്ടു, ആജ്ഞാപിച്ചു. പട്ടാളക്കാർ സാവോർ മെത്രാൻ്റെ പല്ലടിച്ചു കൊഴിച്ചു. ചക്രവർത്തി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് പല്ലുകൾ മുളയ്ക്കട്ടെ, നിൻ്റെ ദൈവം നിനക്ക് പല്ലുകൾ മുളപ്പിക്കട്ടെ, നീ പ്രാർത്ഥിക്കുക. അപ്പോൾ സാവോർ മെത്രാൻ ചക്രവർത്തിയോട് പറഞ്ഞു, നിനക്കറിയാത്ത ഒന്നെന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, എന്നിൽ ജ്വലിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? അതെനിക്ക് കൂടി തരിക. അത് ദുഷ്ടന്മാർക്ക് ലഭിക്കുകയില്ല. അതെ, ദുഷ്ടരായിട്ടുള്ളവർക്ക് ദൈവസ്നേഹം ലഭിക്കുകയില്ല, ദൈവസ്നേഹത്തെ പ്രതി പുണ്യജീവിതം നയിക്കാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ സാവോർ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേട്ട് വീണ്ടും കോപാകുലനായ ചക്രവർത്തി മർദ്ദിച്ച ശേഷം തടവറയിലേക്ക് തള്ളിയിട്ട് ചങ്ങലയിട്ട് പൂട്ടാൻ കൽപ്പിച്ചു. തുടർന്ന് വിശുദ്ധ ഇസഹാക്ക് മെത്രാനെ കൊണ്ടുവന്നു. മെത്രാനോട് ഇപ്രകാരം പറഞ്ഞു, നീ നിൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ഈ ദൈവത്തെ ആരാധിക്കുക, ഈ ദേവനെ ആരാധിക്കുക. അപ്പോൾ ഇസഹാക്ക് മെത്രാൻ പറഞ്ഞു, ഞാൻ ഒരു ദൈവത്തെ മാത്രമേ ആരാധിക്കൂ, അതെൻ്റെ ദൈവത്തെയാണ്. ഉടൻ തന്നെ ചക്രവർത്തി പറഞ്ഞു, ഈ ദേവന്മാരെ ആരാധിക്കാത്ത ഈ മെത്രാൻ്റെ നാവ് പിഴുതു മാറ്റുക. അപ്പോൾ ഉടൻ തന്നെ ഇസഹാക്ക് മെത്രാൻ വളരെ തീഷ്ണതയോടുകൂടി പറയുകയാണ്, ഏത് കൊട്ടാരത്തിലും എവിടെയും ഞാൻ സത്യവും നീതിക്ക് വേണ്ടി വിളിച്ചു പറയും. ആമോസിൻ്റെ പ്രവചനം എടുത്തു പറയുകയാണ്, സത്യമൊരിക്കലും നീതി ജലം പോലെ ഒഴുകും, സത്യമൊരിക്കലും വറ്റാത്ത അരുവി പോലെയും. നീ നീതിയോടുകൂടി പ്രവർത്തിക്കുക, നിൻ്റെ ജീവിതത്തിലും നീതി ജലം പോലെ ഒഴുകട്ടെ, സത്യമൊരിക്കലും വറ്റാത്ത അരുവി പോലെയും. ഞാൻ ഏത് കൊട്ടാരത്തിലും സത്യം പ്രഘോഷിക്കും, നീതി പ്രഘോഷിക്കുമെന്ന് വളരെ ശക്തിയോടുകൂടി ഇസഹാക്ക് മെത്രാൻ അവിടെ ഉദ്ഘോഷിച്ചു.
ഇത് കേൾക്കുമ്പോൾ ഏത് ചക്രവർത്തിയാണ് അരിശം വരാതിരിക്കുക? ചക്രവർത്തി ആ അവസരത്തിൽ തന്നെ ആജ്ഞ കൊടുത്തു. ഇവൻ മനസ്സ് മാറുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കല്ലെറിഞ്ഞു കൊല്ലു. ഇസഹാക്കിനെ പുറത്തേക്ക് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. ഈ അവസരത്തിൽ തന്നെ പ്രത്യേകമായിട്ട് വളരെയധികം വേദന സഹിച്ച്, ഈ അവസരത്തിൽ വളരെ വേദന സഹിച്ച തടവറയിലായിരുന്ന സാവോർ മെത്രാനും മൃതിയടഞ്ഞു. രണ്ടുപേരും രക്തസാക്ഷികളായി തീർന്നു. ക്രിസ്തു വിശ്വാസം ഏറ്റുപറഞ്ഞ മെത്രാന്മാർ കഠോര പീഡനങ്ങൾക്ക് വിധേയരായി. സാവോറിന്റെ മുഖത്തടിക്കുവാനും പല്ലുകളെല്ലാം പിഴുതെടുക്കുവാനും കൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ അസ്ഥികളെല്ലാം തകരും വരെയും മർദ്ദനം തുടർന്നു. ഒടുവിൽ മരണാസന്നനായ വിശുദ്ധ സാവോറിനെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് തടവറയിൽ സൂക്ഷിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം പീഡനങ്ങളും ചങ്ങലയുടെ ഭാരവും താങ്ങാനാവാതെ വിശുദ്ധൻ മരണത്തിന് കീഴടങ്ങി. സാവോർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശിരച്ഛേദനം നടത്തി പടയാളികൾ രാജാവിന്റെ മുമ്പിൽ സമർപ്പിച്ചു. വിശുദ്ധ ഇസഹാക്കിനും പീഡന സഹനങ്ങളിലൂടെയാണ് മരണത്തെ വരിക്കേണ്ടി വന്നത്. കൊട്ടാരത്തിലെ കുലീനരായ ജനങ്ങൾ കല്ലെറിഞ്ഞാണ് വിശുദ്ധനെ മരണത്തിന് വിട്ടുകൊടുത്തത്. എന്നാൽ ആ കുലീനരാകട്ടെ ക്രിസ്തു വിശ്വാസികളും രാജകൽപ്പന ലംഘിക്കുവാൻ ധൈര്യമില്ലാത്തവരുമായിരുന്നു. അങ്ങനെ സ്വന്തം വിശ്വാസികളിൽ നിന്ന് പീഡനമേറ്റാണ് രക്തസാക്ഷി മകുടം വിശുദ്ധ ഇസഹാക്ക് നേടുന്നത്. പക്ഷേ രാജാവിൻ്റെ കോപം അടങ്ങിയില്ല. രാജാവ് കൂടെ ഉണ്ടായിരുന്ന മറ്റു 3 പേരെ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. അവരോട് പറഞ്ഞു, മാനെ, അവറാഹം, ശെമിയോൻ, 3 പേരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കുക, ഞങ്ങളുടെ ദേവനെ ആരാധിക്കുക. അവർ പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു, സ്നേഹിക്കുന്നു. ഒരുത്തർക്ക് ഞങ്ങളെ പിന്തിരിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന്. വളരെ ക്രൂരമായ മതമർദ്ദനം അവർക്കുണ്ടായി. മാനയെ പിടിച്ചിട്ട് ശരീരത്തിൻ്റെ തൊലി ഉരിഞ്ഞു, പീഡ സഹിച്ചു മരിച്ചു. അബ്രാഹത്തിൻ്റെ കണ്ണുകൾ ചുട്ടുപഴുത്ത് ഇരുമ്പ് കൊണ്ട് കുത്തിത്തുരന്നു, പീഡിപ്പിച്ചു, മരിച്ചു. എന്നാൽ ശിമിയോൻ അതിലും ക്രൂരമായ മർദ്ദനമാണ് ഏർപ്പെട്ടത്. ഒരു വലിയ കുഴിയുണ്ടാക്കി അരയോളം ഭാഗത്തിൽ ആ കുഴിയെ നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് അമ്പുകൾ എയ്തു. തുടർന്ന് വലിയ കുഴി വലുതാക്കി ജീവനോടെ കുഴിയിലേക്കിട്ട് മൂടുകയാണ് ചെയ്തത്. ഇവരുടെ മരണശേഷം, രക്തസാക്ഷിത്വത്തിൻ്റെ മരണശേഷം ക്രിസ്ത്യാനികൾ ശരീരം പൂജ്യമായിട്ടെടുത്ത് അവരുടെ പൂജ്യ അവശിഷ്ടങ്ങൾ സംസ്കരിച്ചു. എന്തൊരു വലിയ രക്തസാക്ഷിത്വം! സഭയ്ക്ക് വേണ്ടി അവർ അനുഭവിച്ച പീഡകൾ, സുഖസൗകര്യങ്ങൾ, ജീവിതം എല്ലാം മുമ്പിൽ കാണുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച വിശുദ്ധ സാവോർ, ഇസഹാക്ക്, മാനെ, ശെമിയോൻ, അബ്രാഹാം നമ്മുടെ മുൻപിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകും? പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ വരാനിരിക്കുന്നവയ്ക്കോ ഉന്നതത്തിനോ ദൈവത്തിൻ്റെ ദൂതനോ മരണത്തിന് പോലുമോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്താനാകാതിരിക്കട്ടെ എന്ന അപ്പസ്തോലൻ്റെ ആർജവത്വം, കരുത്ത്, തീഷ്ണത നമ്മിൽ ജ്വലിക്കട്ടെ. അനുദിന ജീവിതത്തിൽ രക്തസാക്ഷിത്വത്തിൻ്റെ എത്രയോ നല്ല അവസരങ്ങൾ നമുക്ക് കിട്ടും. അക്രൈസ്തവരോട് യേശുവിനെ പറ്റിയൊരു സുവിശേഷം പ്രഘോഷിക്കാൻ എന്തുകൊണ്ടാണ് എനിക്ക് മടി? അവരെന്നെക്കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞെങ്കിലോ? യേശുവാണ് ഏക രക്ഷകൻ, കർത്താവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് നമുക്ക് മടിയല്ലേ? കാരണം രക്തസാക്ഷിത്വം. അവർ നമ്മെ തെറ്റിദ്ധരിക്കും. നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരങ്ങൾ. ഒരുപക്ഷെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നാം നേരിടേണ്ടി വരിക തിക്താനുഭവങ്ങളാണ്. നമ്മുടെ തെരുവോരങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന എത്രയോ പ്രഘോഷകരാണ്, പ്രേക്ഷിതരാണ് നമുക്കുള്ളത്. അവർ ഏകരക്ഷകൻ ക്രിസ്തു എന്ന് ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിക്കുന്നതിന് അവർക്കൊരു മടിയില്ല. അവരുടെ മുമ്പിൽ രക്തസാക്ഷിത്വമുണ്ട്, ഭയമില്ല. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കാണ് എന്നെ വേർപെടുത്താൻ
സാധിക്കുക. ഈ കാലഘട്ടത്തിൽ നമുക്കും പ്രേക്ഷിതരായിക്കൂടെ ഈശോയുടെ സ്നേഹം കൊണ്ട് നമുക്ക് ജ്വലിക്കണം. നമുക്ക് നമ്മാൽ കഴിയുന്നത് പോലെ സുവിശേഷം നമുക്ക് പ്രഘോഷിക്കണം. നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ ഈശോയോടുള്ള സ്നേഹത്താൽ പ്രതി നേരിടണം. വിശുദ്ധ ഇസഹാക്കിൻ്റെയും സാവോറിൻ്റെയും നിരയിലേക്ക് ദൈവം നമ്മെ ചേർക്കുന്നെങ്കിൽ നാം ഭാഗ്യമുള്ളവരാണ്. അനുദിന ജീവിതത്തിലെ രക്തസാക്ഷിത്വം നമുക്ക് സ്വന്തമാക്കാം. ആ പേർഷ്യയിലെ വലിയ പ്രേക്ഷിതർ, വലിയ രക്തസാക്ഷികൾ നമുക്ക് മാതൃകയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ വിശുദ്ധരോട് പ്രാർത്ഥിക്കാം, ഈ വലിയ രക്തസാക്ഷികളോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെയും തീഷ്ണമതികളായ സുവിശേഷ പ്രഘോഷകരാക്കണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരോ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ പിന്തിരിപ്പിക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ. ഞങ്ങളെയും രക്തസാക്ഷികളുടെ നിരയിലേക്ക് ചേർക്കണമേ. അവിടത്തേക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിലെ കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കാം. ഒരുപക്ഷെ അതായിരിക്കാം നമ്മുടെ രക്തസാക്ഷിത്വം. നമുക്ക് രക്തസാക്ഷികളായി തീരാം. ഈശോയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി മരിച്ച ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ പാത നമുക്ക് പിച്ചെല്ലാം. അതിനുള്ള കരുത്ത് നമുക്ക് കിട്ടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥന ആവശ്യമുള്ള ധാരാളം രക്തസാക്ഷിത്വം വരിക്കുന്നവരുണ്ട്. 80-ലധികം രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യമില്ലല്ലോ. എത്രയോ ക്രിസ്ത്യാനികളാണ് പീഡിപ്പിക്കപ്പെടുന്നത് ഇന്നും. നമ്മുടെ കണ്ടമാലിൽ നമ്മുടെ പ്രിയപ്പെട്ട വാഴ്ത്തപ്പെട്ട റാണി മരിയ, എത്രയോ പേർ ഇന്ന് പീഡിപ്പിക്കപ്പെടുകയാണ്. സുവിശേഷം കയ്യിൽ വെക്കുവാൻ, കുരിശ് കയ്യിൽ വെക്കാൻ സാധിക്കാത്ത വേദനിക്കുന്ന നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ രക്തസാക്ഷികളാണ്. കരുത്ത് കിട്ടണം. ആത്മാഭിമാനത്തോടെ പറയുവാൻ സാധിക്കണം. എല്ലാം സമർപ്പിച്ച് ഈശോയ്ക്ക് വേണ്ടി ഈശോയോടുള്ള സ്നേഹത്താൽ നമുക്ക് ജ്വലിക്കാം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ. എന്നെ ശ്രവിച്ച എൻ്റെ പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തുമാർഗചരിച്ചോരനേകർ നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നു